നിന്റെ അടുത്ത് മറ്റേ കാര്യം പറഞ്ഞിട്ട് എത്ര ദിവസമായിടാ? എന്ത്? പാത്തിമേടെ ഇൻസ്റ്റയിലേക്ക് പറഞ്ഞിരുന്ന. എടാ, ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും ഹാക്ക് ചെയ്യാൻ പറ്റൂല, അതൊക്കെ ഒടുക്കത്തെ സെക്യൂരിറ്റിയാണ്. അപ്പൊ നടക്കില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളായിട്ട് അവളെ ചാറ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിട്ട്. നമുക്ക് ഫിഷിങ് ചെയ്ത് നോക്കാം. മീൻ പിടിക്കാൻ പറ്റിയ സമയം. മീൻ കൊതിയ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരു ഫേക്ക് ലിങ്ക് അയച്ചു കൊടുക്കും. എന്നാ പോയാലോ ഫിഷിങ്ങിന്? അവളാണോ? അതെ, ഫിഷിംഗ്. ഫിഷിങ്ങിനെ കുറിച്ച് ഇപ്പം അധികം എല്ലാവരുടെ പരിചയപ്പെടുത്തി തരേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്നാലും ഇപ്പോഴും അറിയാത്തവർ കാണും. ഫിഷിംഗ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫേക്കായിട്ടുള്ള ഒരു ലിങ്ക് അയച്ചു കൊടുത്തൊരു ഫേക്ക് ലോഗിൻ പേജ്, അങ്ങനത്തെ ഫേക്ക് ലിങ്കിലൂടെ നമ്മളുടെ ഒരു യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ്, നമ്മളെ യൂസർ നെയിം, പാസ്വേഡ് പോലത്തെ കാര്യങ്ങൾ മറ്റൊരു ആൾ, ഇപ്പോൾ ഒരു ഹാക്കർ ആവട്ടെ ആരാവട്ടെ, എടുക്കുന്നതിനാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റാണ് ഫിഷിങ്ങിന്. അപ്പം ഇത് എങ്ങനെ ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ആരും പോയി ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചല്ല, എന്നാൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് എല്ലാവർക്കും കിട്ടണം എന്ന ഒരു രീതിയിൽ മാത്രമാണ്. പിന്നെ നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൂടെയൊക്കെ വേണ്ടിയാണ്. ജസ്റ്റ് ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം കാളി ലിനക്സിലാണ് ചെയ്യുന്നത്. ലിനക്സ് അറിയാത്തവരുണ്ടോ? ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് പോലത്തെ ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. അപ്പം അതിനകത്താണ് ചെയ്യുന്നത്. എ ടു സെഡ് കാര്യങ്ങൾ കാണിക്കാം. അപ്പം ജസ്റ്റ് ഞാൻ ലിനക്സ് എടുത്തു. അതിനകത്തൊന്നുമില്ല, ഞാൻ ഒരു പുതിയ ഡെസ്ക്ടോപ്പിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ക്രോമിൽ പോവുക. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന ടൂളെന്ന് വെച്ചാൽ ഇസഡ് ഫിഷർ എന്ന് പറയുന്ന ഒരു ടൂൾ വെച്ചാണ് ഫിഷിങ് ചെയ്യാൻ പോകുന്നത്. ഇസഡ് ഫിഷർ എന്ന് ഇതിനകത്ത് ബ്രൗസറിൽ അടിച്ചു കൊടുക്കുക. അപ്പം ഇസഡ് ഫിഷർ അടിച്ചു കൊടുക്കുമ്പം ജിറ്റ് ഹബിലെ ഒരു പേജ് വരുന്നതായിരിക്കും ഇസഡ് ഫിഷറിൻ്റെ. അതിനകത്ത് ഇസഡ് ഫിഷർ .sh എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ കോഡ്, ലെഫ്റ്റ് സൈഡിൽ കോഡുണ്ട്, ആ കോഡ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിന്ന് ആ കോഡ് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ ടെർമിനലിൽ പോയിട്ട് ഇൻസ്റ്റാളേഷനാണ്, ടൂളിൻ്റെ ഇൻസ്റ്റാളേഷനാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് കയറുവാണ് ഡെസ്ക്ടോപ്പിനകത്ത്. പിന്നെ ഈ സ്ക്രീൻ റെക്കോർഡർ ഒന്നും കാണിക്കുന്ന ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം ഒരു തൽക്കാലത്തേക്ക് ക്ഷമിക്കുക. ഇസഡ് ഫിഷർ. അടുത്ത ഈ കമാൻഡ് കൊടുക്കുക, ഗിറ്റ് ക്ലോൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കോപ്പി ചെയ്തേക്കുന്ന ആ കോഡ് അങ്ങ് പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പം ഇൻസ്റ്റാളേഷൻ നടക്കുവാണ്. ടൂളിൻ്റെ ഇൻസ്റ്റാളേഷനാണ്, ഇസഡ് ഫിഷർ എന്ന് പറയുന്ന ടൂളിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. ഇഷ്ടംപോലെ ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഫിഷിങ്ങിന്. ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇസഡ് ഫിഷർ എന്ന് പറയുന്ന ടൂൾ മാത്രം യൂസ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ, അതിനകത്ത് കയറുക, cd എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത് ഇസഡ് ഫിഷറിനകത്ത് കയറുക. cd ഇസഡ് ഫിഷർ. ആ ക്യാപ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇസഡ് ഫിഷറിനകത്ത് കയറിയിട്ട് നെക്സ്റ്റ് കൊടുക്കേണ്ട കമാൻഡാണ് sudo bash ഇസഡ് ഫിഷർ .sh. അതിനുശേഷം എൻ്റർ കൊടുക്കുക, നമ്മളെ ലിനക്സിൻ്റെ പാസ്വേഡ് കൊടുക്കുക. പാക്കേജ് ഇപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും. ഇൻസ്റ്റാളേഷനാണ്. അപ്പം ഇതിനകത്ത് ഈ വീഡിയോയിൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്.
അപ്പം എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. ജസ്റ്റ് എവിടെയെങ്കിലും ഡൗട്ടോ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും വീഡിയോസോ മറ്റ് കാര്യങ്ങളോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. ഇപ്പം ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എത്ര വ്യൂസ് കിട്ടും, എത്ര പേര് കാണും എന്നൊന്നും കറക്റ്റ് അറിയത്തില്ല, എന്നാലും കാണുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഈ സെറ്റ് ഫിഷറിനകത്ത് കയറിയിട്ടുണ്ട്. അടുത്തതാണ്ട് ഇത്രയും ഓപ്ഷൻസാണുള്ളത് നമുക്ക്. ഇത്രയും അതിനകത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമാണ് സെലക്ട് ചെയ്തത്. ഇതാണ് നമ്മളെ ടൂള്. അതിൽ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഏതാ വേണ്ടത്? 2 കൊടുത്തത്. ക്ലൗഡ് ഫ്ലെയർഡിലാണ് ചെയ്യുന്നത്. കസ്റ്റം പോർട്ട് വേണ്ട, നോ കൊടുത്തു. നോയ്ക്ക് വരെ എന്നാണ് കൊടുത്തത്. അടുത്ത് നമുക്ക് URL മാസ്ക് ചെയ്യണോ എന്നാണ് ചോദിച്ചത്. ഞാനിപ്പം ജസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് നോ കൊടുത്തു. എന്നിട്ട് അപ്പോൾ ആ ലിങ്ക് വന്നത്, ആദ്യത്തെ ലിങ്ക് കണ്ടോ? ഈ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് നമ്മൾ ക്രോമിൽ കൊടുത്താൽ ഇതേപോലത്തെ ഇങ്ങനെയാണ് ഈ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ലിങ്ക് നമ്മൾ ഇപ്പം ആൾക്കാരെ പറ്റിക്കാൻ പല രീതിയുണ്ടല്ലോ. ഇപ്പം വേറെ ഏതെങ്കിലും ഇപ്പം ഇത്ര ഫ്രീ ഫോളോവേഴ്സ് കിട്ടും. ഇപ്പം ആരും അങ്ങനെ വീഴത്തില്ല, എന്നാലും അങ്ങനെ പറഞ്ഞ് അയക്കുമ്പോൾ വീഴുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ വീണിട്ടില്ല കേട്ടോ. അപ്പം ഇതേപോലെ ആ ലിങ്ക് നമ്മൾ ക്രോമിൽ കണ്ട പേസ്റ്റ് ചെയ്തപ്പോൾ ഇതേപോലെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗിൻ പേജാണ് വരുന്നത്. അവിടെ ഞാൻ റാൻഡമായിട്ടൊരു യൂസർ നെയിം പാസ്വേഡും കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ട ലോഗിൻ കൊടുക്കുന്നു. അപ്പോൾ ലോഗിൻ ആയില്ല, കാരണം ഞാൻ ചുമ്മാ ഒരു യൂസർ നെയിം പാസ്വേഡാണ് കൊടുത്തത്. എന്നിട്ട് നേരെ തിരിച്ചു വന്ന് ലിനക്സിൽ കയറിയപ്പോൾ ഇതാണ്ട കണ്ടോ, ആ ക്രെഡൻഷ്യൽ ഞാൻ കൊടുത്ത യൂസർ നെയിം പാസ്വേഡും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതേപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇങ്ങനെയാണ്.